ഊളപ്പടങ്ങളും മലങ്കട്ട് പടങ്ങളും തെരഞ്ഞു പിടിച്ച് റിപ്പയർ ചെയ്ത് നന്നാക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച പുതിയ സെഗ്മെന്റ് ആണ്. ഇന്ന് നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്ന പടമാണ് മലക്കോട്ടെ വാലിബൻ. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് മലക്കോട്ടെ വാലിബൻ റിലീസ് ആവുന്നതിന് കുറെ നാൾ മുമ്പ് ടിനു പാപ്പച്ചൻ കൊടുത്ത ഈ ഇന്റർവ്യൂ. ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്റർ പിന്നെ മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന എന്ന് പറഞ്ഞൊരു ഗംഭീര ടാഗ് ലൈൻ. ആസ് എ റിസൾട്ട് മാനം മുട്ട ഹൈപ്പായി. അങ്ങനെ ഒരു വെടിച്ചിൽ തിയേറ്റർ ഉലുകുന്ന ഒരു ഇൻട്രോ ഒക്കെ പ്രതീക്ഷിച്ച് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയ ആൾക്കാർ കണ്ടത് ഇതാണ്. കഴുത നടക്കും, കാളവണ്ടി വരുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പടത്തിന്റെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടി ഇതുപോലത്തെ കുറെ വിഷ്വൽസ് ആണ്. അങ്കമാലി കാർണിവലിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫസ്റ്റ് ഷോ കണ്ട പടമാണിത്. സത്യം പറഞ്ഞ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊക്കെ എനിക്ക് ടോർച്ചറായിരുന്നു. ആ ഒരു ടൈമിൽ പടം റിലീസായി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ തന്നെ പടം ഏകദേശം ഡൗൺ ആയിപ്പോയി. പലരും അതിന് വളരെ ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ള പടമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, സിനിമ ഒരാർട്ടാണ്. പക്ഷേ അത് നല്ല കുറേ വിഷ്വൽസ് കുത്തിക്കയറ്റാനോ അല്ലെങ്കിൽ സൗണ്ട് വെച്ച് സർക്കസ് കളിക്കാനോ പറ്റിയ സ്ഥലമല്ല. അഫ്കോഴ്സ് ഇതൊക്കെ ആർട്ടാണ്. ഇതുപോലെ ഒരുപാട് കലകൾ കൂടി ചേർന്നിട്ട് ഉള്ളൊരു അറ്റ്മോസ് വേർഷനാണ് സിനിമ. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു അൾട്ടിമേറ്റ് വേർഷനാണ്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം മേക്കറിനെയും ഏറ്റവും വലിയ സിനിമാറ്റോഗ്രാഫറിനെയും അങ്ങനെ എല്ലാ ബെസ്റ്റ് കാസ്റ്റിനെയും വെച്ച് ഒരു സിനിമ എടുത്തോളൂ, എന്നിട്ടും അതിന്റെ കഥ കൊള്ളില്ല അല്ലെങ്കിൽ തിരക്കഥ കൊള്ളില്ലെങ്കിൽ ആ സിനിമ ഒരു ക്രാപ്പായിരിക്കും. സിനിമയുടെ ഏറ്റവും ബേസിക്കും ക്രൂഷ്യൽ ആയിട്ടുള്ള എലമെന്റ് ആണ് സ്റ്റോറി ടെല്ലിംഗ്. പിന്നെ ഇവർ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കഥ തിരക്കഥ എന്ന് പറയുന്ന സംഭവം ഇവരുടെ മൈൻഡിലേ ഇല്ല. അഫ്കോഴ്സ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ സിനിമയിൽ ചുമ്മാ ഒരു ആർട്ട് പടം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കഥയ്ക്ക് ആവശ്യമില്ലാത്ത എലമെന്റ്സും ആവശ്യമില്ലാത്ത സ്ലോ മോഷനും കുത്തിക്കയറ്റി വിഷ്വൽസ് ലാഗ് അടിപ്പിച്ചിട്ട് ഓഡിയൻസിനെ പരീക്ഷിക്കുകയായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരി ഇതിൽ. ശരിക്കും നിങ്ങൾ തന്നെ പറ, ഒരു സിനിമയിൽ കഥയ്ക്ക് ആവശ്യമുള്ളത് മാത്രം കാണിച്ചാൽ പോരെ? ഇതിന്റെ തുടക്കം തന്നെ എടുത്തോളൂ. ഒരു കഴുത ചുമ്മാ കിടങ്ങനെ വട്ടം കറങ്ങുക. ശരി, കാണിച്ചതോ കാണിച്ചു, അതൊരു 1.5 മിനിറ്റ് നിന്ന് വെറുതെ കറങ്ങുക. ഈ ഒരു വിഷ്വൽ വന്നുകൊണ്ട് കഥയ്ക്കോ സിനിമയ്ക്കോ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇത് വെച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുമില്ല. എനിക്കിത് പറയുന്നത് സങ്കടമുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സിൽ ഒരാളായിരുന്നു. ബട്ട് ഈ സിനിമേനെ തുറച്ചത് മെയിൻ ആയിട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ബാഡ് ഡയറക്ഷനാണ്. ഈ പടം ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി റീവാച്ച് ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പ്രേം നസീർ സാറിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള എന്റെ ജീവിതം എന്ന് പറയുന്ന ബുക്ക് ഞാൻ റീസെന്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കോട്ടാണ്. എക്സാക്ട് സംഭവം അങ്ങനെ ഒന്നല്ല, പക്ഷെ പുള്ളി അതിൽ പറയുന്നത് മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിലുള്ള സിനിമകൾ എടുക്കുന്നതാണ് ആർട്ടെന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട്. ശരിക്കും ഇതൊന്നുമല്ല, ഏതൊരു മനുഷ്യനും കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആർട്ട്. ഈ സിനിമയിൽ ഒരു ക്യാമറ വെച്ചിട്ട് ഇവിടം തൊട്ട് തവടം വരെ നടന്നു എന്ന് പറയുന്ന രീതിയിലാണ് ഓരോ ഷോട്ടുകളും എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു ആർട്ട് പടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ആർട്ടിസ്റ്റിക് സിനിമയായിട്ടാണ് എടുത്തെങ്കിൽ പിന്നെ എന്തിനാണ് നടുവിൽ ഒരാവശ്യമില്ലാതെ ഒരു ഐറ്റം ഡാൻസ് കുത്തിക്കയറ്റിയത്? പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് മോഹൻലാൽ എന്ന് പറയുന്ന നടനാണ്. പുള്ളി ഇതിൽ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആറാട്ട് കണ്ടപ്പോൾ പോലും ഇത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. മോഹൻലാലിൻ്റെ പാർട്ട് ശരിക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ ബെസ്റ്റ് വർക്ക് കൊടുത്താലും സിനിമ മോശമാണെങ്കിൽ അത് അംഗീകരിക്കാതെ പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മോഹൻലാൽ തൻ്റെ ബെസ്റ്റ് പുറത്തെടുത്ത് ഇതുപോലെ കുറച്ച് വേസ്റ്റ് സിനിമകളിലായി. പിന്നെ മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിങ് ഓഫ് കൊത്തയിൽ കുറേ നല്ല പാട്ടുകൾ ഉണ്ടായിട്ടും ഉപയോഗിച്ചില്ല. ഇതിൽ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇട്ടുകയാണ്. പോരാത്തതിന് ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഇല്ല, പി ഊതുകയാണ്. അതുപോലെ തന്നെ ജ്ഞാപകം പോലെ ഇട്ട് വെറുപ്പിച്ച വേറൊരു പാട്ടാണ് ഇതിലത്തെ മയിലാടും സോങ്. ഈ സിനിമ അങ്കമാലിയിൽ FDFS കാണുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്തത് ഈ പാട്ടാണ്. ഞാൻ തിയേറ്ററിൽ സാധാരണ അടങ്ങി ഒതുങ്ങി ഒരു ഡെക്കോറൊക്കെ പാലിച്ചിട്ടാണ് ഇരിക്കാറുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം അത് തെറ്റിച്ചിട്ടുള്ളൂ. ഒന്ന് പുഷ്പയിലെ ഈ സീൻ കണ്ടപ്പോൾ. ഇത് കണ്ടപ്പോൾ ചാലക്കുടി സുരഭിയിലിരുന്ന് ലിറ്ററലി ഞാൻ ചിരിച്ച് ചത്തു. കാരണം എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് അത്രയും ഉച്ചത്തിലാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത് ഇങ്ങനെ പറ്റിപ്പോയത് മലക്കോട്ടെ വാലിബനിൽ ഈ പാട്ട് വന്നപ്പോൾ. പക്ഷെ അത് ചിരിയായിരുന്നില്ല, ലിറ്ററലി ഞാൻ ഇതാണ് പറഞ്ഞത്. നാലാമത്തെ പ്രശ്നം, ഒന്നിനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായില്ല. മോഹൻലാലിനെ കാണുമ്പോൾ കൈയടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയത്. പക്ഷെ അവസാനം കണ്ടപ്പോൾ ഒരു ഫീലും തോന്നിയില്ല. ഈവൻ വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് പോലും അത് ഏകദേശം ഹൗസ്ഫുൾ തിയേറ്റർ ആയിരുന്നു. എന്നിട്ട് പോലും ഒറ്റ മനുഷ്യനും അനങ്ങിയില്ല. കാരണം ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇതിൻ്റെ കഥ എടുത്താൽ പുള്ളി ഒരു സൂപ്പർ നാച്ചുറൽ ഇൻ്റർവെൻഷനൊക്കെ ഉള്ള ഒരു മിഡീവൽ ടൈപ്പ് ഷേക്സ്പിയറിയൻ ഡ്രാമ പോലെയാണ് എടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം.
നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരി തന്നെ ആമേനൊക്കെ കണ്ടിട്ടില്ലേ? അതിൽ അവസാനം ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന ആള് പുണ്യാളനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലത്തെ ഒരു ടൈപ്പ് കഥയാണ് ഇതും. പിന്നെ പുള്ളി ഈ പടം എടുത്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗുഡ് ദ ബാഡ് ദ അഗ്ലി എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു വൈൽഡ് വെസ്റ്റ് കോൺസെപ്റ്റിലാണ് ഈ സാധനം എടുത്തിരിക്കുന്നത്. അതായത് പക്ക ഒരു കൗബോയ് പടങ്ങളൊക്കെ പോലെയാണ് ഈ സാധനം എടുത്തിരിക്കുന്നത്. ആമേൻ പോലെ വളരെ ഡ്രാമാറ്റിക് ആയിട്ട് എടുക്കേണ്ട ഒരു കഥയായിരുന്നു ഇത്. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിലും ഇവർ ശ്രദ്ധിക്കണമായിരുന്നു. അതിൻ്റെ ട്രെയിലർ കട്ട് വരെ ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമ പോലെയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒരു ഡ്രാമാറ്റിക് പടം എടുക്കാൻ നോക്കി, അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനും നോക്കി. അവസാനം രണ്ടും പറ്റിയില്ല. പുള്ളിയുടെ ബാഡ് ഡയറക്ഷൻ കാരണം അതൊരു മോശം സിനിമയായി പാളിപ്പോയി. ഇനി നമുക്ക് ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറേ ആവശ്യമില്ലാത്ത ഷോട്ടുകളും ആവശ്യമില്ലാത്ത സീനുകളും ആവശ്യമില്ലാത്ത സ്ലോ മോഷൻസും ഒക്കെ എടുത്തു കളയാം. അപ്പോൾ പാതി പടം നന്നാവും. പിന്നെ നമുക്ക് ആവശ്യം കുറേ നല്ല BGMസും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ്. അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ഫൈറ്റ് ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി സിനിമാറ്റിക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. ഈ വീഡിയോയിൽ പറയുന്നത് മൊത്തവും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇനി നമുക്ക് കഥയെടുക്കാം. മലക്കോട്ടെ വാലിബൻ നാട് മൊത്തം അലഞ്ഞു തിരിഞ്ഞ് ഫൈറ്റ് ചെയ്ത് ജയിക്കുന്ന ഒരു മല്ലനാണ്. പുള്ളിക്കൊരു മെൻഡറുണ്ട്, അയ്യനാർ. ഈ ഭൂലോകം തന്നെ വാലിബൻ കീഴടക്കണം എന്നാണ് അയ്യനാറിൻ്റെ ആഗ്രഹം. വാലിബൻ സാധാരണ ഒരാളല്ല, എന്തോ മാജിക്കൽ പവറുള്ള ഒരു മല്ലൻ കൂടിയാണ്. അത്ഭുത പിറവിയായിട്ടാണ് അയ്യനാർ വാലിബനെ കാണുന്നത്. അയ്യനാറിന് ഇതല്ലാതെ വേറെന്തോ ഒരു ലക്ഷ്യവും കൂടെയുണ്ട്. അയ്യനാറിന് ഒരു മകനും കൂടെയുണ്ട്, ചിന്നപ്പയ്യൻ. ഇവർ നാട് ചുറ്റി അവസാനം ചിന്നപ്പയ്യൻ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കും. അവസാനം ചിന്നപ്പയ്യൻ തൻ്റെ ഭാര്യേനെയും ചേട്ടനായിട്ടുള്ള വാലിബനെയും തമ്മിൽ സംശയിക്കും. അങ്ങനെ ദേഷ്യത്തിൽ പുള്ളിയുടെ ഭാര്യനെ കൊല്ലും. അത് കണ്ട് ആളറിയാതെ വാലിബൻ ഇവനെയും കൊല്ലും. അപ്പോൾ അയ്യനാർക്ക് വാലിബനോട് ദേഷ്യമാവും. പക്ഷെ അവസാനമാണ് മനസ്സിലാവുന്നത് അയ്യനാരാണ് യഥാർത്ഥ വില്ലൻ. അയ്യനാറിൻ്റെ ശത്രുവാണ് മലക്കോട്ടെ വാലിബൻ്റെ അച്ഛൻ. അയാളുമായിട്ടുള്ള പേഴ്സണൽ റിവെഞ്ച് തീർക്കാൻ വേണ്ടി വാലിബനെ ട്രെയിൻ ചെയ്യിക്കായിരുന്നു ഇയാൾ. പിന്നെ പുള്ളി തമ്മിലടിച്ച് തീരണമെന്നാണ് പുള്ളിയുടെ ഒരു ഗോള്. ശരിക്കും ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള വളരെ നല്ലൊരു കഥയാണിത്. പക്ഷേ കഥയ്ക്ക് ആവശ്യമില്ലാത്ത ഷോട്ടുകളും സീക്വൻസുകളൊക്കെ വെച്ച് ആവശ്യമില്ലാത്ത സ്ലോ മോഷനൊക്കെ ഇട്ട് വെറുപ്പിച്ച് ഈ പടം ഒരു ഊളപ്പടമാക്കി. സ്ലോ മോഷൻ എന്ന് പറയുന്നത് ഒരു ടൂളാണ്, ഓഡിയൻസിന് ഇമ്പാക്റ്റ് കൊടുക്കാനുള്ള ഒരു ടൂൾ. അത് ബോറടിപ്പിക്കാനുള്ളതാവരുത്. പിന്നെ വാലിബൻ എന്താണെന്ന് മനസ്സിലാക്കണം, അയാളുടെ ഫൈറ്റിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഫസ്റ്റ് ഒരു ഫൈറ്റ് മാത്രം കാണിച്ചാൽ മതി, എന്നിട്ട് ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് പോകണം. ശരിക്കും ആദ്യത്തെ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇടയിൽ വരുന്ന സീനൊക്കെ നമുക്ക് വെട്ടിക്കളയാം, ഒന്നും ആവശ്യമില്ലാത്തതാണ്. ഈ പാർട്ടിന് ആ സീൻസ് ഒരു പ്രസക്തിയില്ല. അപ്പോൾ ഫസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് വെച്ചാൽ ചമതകനുമായിട്ടുള്ള എൻകൗണ്ടർ ആണ്, അതായത് വില്ലനായിട്ടുള്ള എൻകൗണ്ടർ. പിന്നെ ഈ മയിൽപ്പാട്ട് എടുത്തു കളയണം, അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഈ വില്ലൻ്റെ ഈഗോ വാലിബൻ ഹർട്ട് ചെയ്യുന്നു. പിന്നെ വില്ലനായിട്ടൊരു മൽപ്പിടുത്തം പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നു. പിന്നെ മങ്ങാട്ട് കളരി പോകുന്നു, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. വില്ലനെ കുറച്ചുകൂടി ഈഗോ ഹർട്ട് ചെയ്യുന്നു. വില്ലൻ വാലിബൻ്റെ പിറകെ വരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ചിന്നപ്പയ്യൻ്റെ ഒരു മുടിഞ്ഞ ലവ് ട്രാക്ക് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫോഴ്സ്ഡായിട്ടാണ് തോന്നിയത്. ബട്ട് കഥ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം വേണം. അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. ഇപ്പോൾ ചിന്നപ്പയ്യൻ ഇവിടുത്തെ ക്യാരക്ടർ ആ ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നതായിട്ടും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്നതായിട്ടും അങ്ങനെ കുറച്ച് ടൈം എടുത്ത് ആ റൊമാൻസ് ഗ്രോ ആവുന്നത് കാണിക്കുക. പിന്നെ ഇവർ അമ്പത്തൂർ മലക്കോട്ടേക്ക് പോയിട്ട് ആ കോട്ട പിടിച്ചടക്കും. ഈ പടത്തിൽ ഇത്തിരിയെങ്കിലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഈ ഒരു സീക്വൻസ് മാത്രമാണ്. പക്ഷേ ഈ കോട്ട പിടിച്ചടക്കാൻ വേണ്ടി ഒരു യുദ്ധം പോലെ ഉണ്ടാവുന്നതിൻ്റെ ഇടയിൽ വില്ലൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. കണ്ണി കണ്ടവരുടെ കൈ കയറി പിടിക്കുന്നു, കുറേ പേരെ തള്ളിയിടുന്നു, കുറേ പേരെ രക്ഷിക്കുന്നു, എന്നിട്ട് അവരെ തന്നെ കൊല്ലുന്നു. എന്ത് പ്രാന്തൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അതിൻ്റെ ഇടയിൽ കൂടെ എന്തിരൻ 2.0ൻ്റെ റെഫറൻസും ഭാഷയുടെ റെഫറൻസും கொஞ்சம் அங்கே பாரு கண்ணா, വിരുമാണ്ടിയുടെ റെഫറൻസ്. സീരിയസ്ലി എന്തിനാണ് അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്? പക്ഷെ പ്ലോട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം വന്ന ആ ട്രാക്കൊക്കെ ഒരു അവിഹിതൻ ട്രാക്ക് സീരിയൽ പോലെയാണ് എനിക്ക് തോന്നിയത്. റിയലി ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തോന്നിയില്ല. ഒരു കഥയായിട്ട് പറയുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും അത് ആ പടത്തിൽ കാണുമ്പോൾ ഒരു സീരിയൽ കണ്ട പോലെയാണ് തോന്നിയത്. പിന്നെ ചിന്നപ്പയ്യൻ്റെ ക്യാരക്ടർ സ്വന്തം ഭാര്യനെ കൊന്നു കളയുമ്പോൾ വാലിബൻ അവൻ ആരാന്നറിയാതെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇത് ആരാന്ന് കാണിക്കാൻ വേണ്ടി ഒരു 1.5 മിനിറ്റ് ഒരു സ്ലോ മോഷൻ ഷോട്ടുണ്ട്. എൻ്റെ ദൈവമേ, തിയേറ്ററിലൊക്കെ ഇരുന്ന് സത്യം പറഞ്ഞാൽ ഓടിപ്പോയാലോ എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ പടം കണ്ടപ്പോൾ. ആദിപുരുഷും ധൂമവും വരെ ഞാൻ തിയേറ്ററിലിരുന്ന് കണ്ടതാണ്. ഈവൻ ബാന്ദ്ര വരെ ഞാൻ തിയേറ്ററിലിരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവസാനമായപ്പോൾ പടം ശരിക്കും ട്രാക്കിൽ കയറി. ആ റിവെഞ്ച് കഥയും ആ നരേഷനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടത്തിൻ്റെ ആ ലാസ്റ്റത്തെ VFXും കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പടം ഒന്ന് ട്രാക്കിലായി വന്നപ്പോഴേക്കും പടം കഴിഞ്ഞു.
ഇതൊരു ആർട്ട് പടമാണ് എന്ന് കാണിക്കാൻ വേണ്ടി എടുത്തൊരു പടം പോലെയാണ് എനിക്ക് തോന്നിയത്. പുള്ളി ഒരു ഇമ്പാക്ട് ഷേക്സ്പിയറിയൻ ട്രാജഡി പോലത്തെ ഒരു ഭയങ്കര കഥയൊക്കെ ഒരു ആർട്ട് മോഡിൽ എടുക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് ഐറ്റം ഡാൻസ് ഒക്കെ കുത്തിക്കയറ്റി അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ നോക്കിയത്? പുള്ളി അത് ഒരു ആർട്ട് പടമായിട്ട് എടുക്കാനും നോക്കി, പോരാത്തതിന് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനും നോക്കി. രണ്ട് സ്ഥലത്തും എത്തിയില്ല, കയ്യിൽ നിന്ന് പോയി. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താ ഒന്നും കണ്ടറിയണം.